ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. മക്കളെ, അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ്സ് എന്ന ചാപ്റ്ററിൽ വളരെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. അതുപോലെ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, റീസൺലി നിങ്ങൾ മാർക്കറ്റിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് എന്തായാലും നിങ്ങളോട് ചോദിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു വെച്ചു. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ്? ഓക്കെ, മാർക്കറ്റിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റീകോൾ എ റീസൺ വിസിറ്റ് ടു മാർക്കറ്റ് ടു പർച്ചേസ് എ പ്രൊഡക്റ്റ്. നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായി റീസൺലി പോയിട്ടുണ്ടായിരുന്നു. What are the different features of market that you observed during this visit? ഓക്കെ, ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? യെസ്, മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. എന്താണ്? എ പ്ലേസ് വേർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻട്രാക്ട്. അല്ലേ, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ എന്താണ് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ് മാർക്കറ്റ്. അല്ലേ, അവിടെ എന്താ സാധനം വാങ്ങുന്നവരും വിൽക്കുന്നവരും എന്താണ് പരസ്പരം അങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടേക്ക് പ്ലേസ്. അല്ലേ, അവിടെ എന്തിനാ പോകുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റാണ്. അല്ലേ, അവിടെ നടക്കുന്ന എന്താണ്? യെസ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്താ മാർക്കറ്റിൽ നടക്കുന്നത്. അവിടെ പ്രൈസ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈയും നോക്കിയിട്ടാണ് എന്ത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റ് മേ ബി ലോക്കൽ, പിന്നെയോ യെസ് വീക്ക്ലി, ഓൺലൈൻ, ഹോൾസെയിൽ, റീറ്റെയിൽ. അല്ലേ, മാർക്കറ്റിൻ്റെ ടൈപ്സ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലേ, മാർക്കറ്റ് ചിലപ്പോൾ ഫിസിക്കൽ മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോൾസെയിൽ മാർക്കറ്റ് ആയിരിക്കും, റീറ്റെയിൽ മാർക്കറ്റ് ആയിരിക്കും, ദെൻ ഓൺലൈൻ മാർക്കറ്റൊക്കെ ആയിരിക്കും. ഓക്കെ, ടൈപ്സ് ഒക്കെ ഒരുപാടുണ്ട്. ദെൻ കോമ്പറ്റീഷൻ എമോങ് സെല്ലേഴ്സ് എഫക്റ്റ് ചോയ്സ് ആൻഡ് പ്രൈസ്. അല്ലേ, കോമ്പറ്റീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ ചോയ്സ്, അല്ലേ, നമ്മുടെ ചോയ്സ് ഒക്കെ എന്താണ് പെട്ടെന്ന് എന്താണ് വെച്ച് മനസ്സിലാക്കുക. അല്ലേ, കോമ്പറ്റീഷൻ എമോങ് സെല്ലേഴ്സ് എഫക്റ്റ് ചോയ്സ് ആൻഡ് പ്രൈസസ്. ഓക്കെ, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്താണ് ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. അല്ലേ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് എന്താണ് പഠിച്ചു വെക്കുക. അതുപോലെ നമ്മൾ എന്താണ് യെസ് എക്സാമ്പിൾ റീസൺ വിസിറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോയില്ലേ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത് എന്നാണ് ചോദ്യം. ഒബ്സർവ്ഡ് മെനി സെല്ലേഴ്സ് സെല്ലിങ് ദ സെയിം പ്രൊഡക്റ്റ്. അല്ലേ, ഒരുപാട് ആൾക്കാർ സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരേ സാധനം, ഞാൻ വാങ്ങാൻ പോകുന്നൊരു സാധനം എല്ലാവരും അവിടെ എന്താണ് എല്ലാ കടയിലും ഉണ്ട്. പ്രൈസ് വാരീഡ് സ്ലൈറ്റ്ലി. അല്ലേ, അതായത് എന്താണ് പ്രൈസിൽ, വിലയിൽ കുറച്ചൊരു നേരിയ മാറ്റം ഉണ്ടായിരുന്നു. ബാർഗെയിനിങ് വാസ് പോസിബിൾ, അവിടെ ബാർഗെയിനിങ് ഒക്കെ എന്താണ് പോസിബിൾ ആയിരുന്നു. ദെൻ എന്താണ് ക്വാളിറ്റി ആൻഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ഡിസിഷൻ. അല്ലേ, ഒരു സാധനം വാങ്ങുമ്പോൾ എന്താണ് നമ്മളതിൻ്റെ ക്വാളിറ്റി റെപ്യൂട്ടേഷൻ എന്താണ് സാധനം നമ്മളെന്താണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ സാധനം വാങ്ങാനുള്ള ആ ഒരു തീരുമാനത്തെ എന്താണ് നന്നായിട്ട് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലേ, നമ്മളൊരു അതിൻ്റെ ക്വാളിറ്റി നോക്കും, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ബ്രാൻഡൊക്കെ നോക്കിയിട്ട് നമുക്കത് വാങ്ങാനുള്ളൊരു ത്വര ഉണ്ടാവും. അല്ലേ, അത് നമ്മൾ നോക്കും. ദെൻ അവൈലബിലിറ്റി ഓഫ് പാക്ക്ഡ് ഗുഡ് വിത്ത് FSI മാർക്ക്, ISL ലേബൽസ്, ഇതൊക്കെ എന്താണ് അഷുറൻസ് ഓഫ് ക്വാളിറ്റി, അതൊക്കെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യും. അല്ലേ, ഇതൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലൊരു ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്ത്, എന്തായാലും അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും വരും. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോ, എന്തായാലും നിങ്ങളോട് എക്സാമിന് ചോദിക്കും. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഇതേപോലത്തെ ഒരു ചോദ്യം കേട്ടോ, റീസൺലി നിങ്ങൾ വിസിറ്റ് ചെയ്ത അവിടെ പോയ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത് അതും നിങ്ങൾ പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് മിസ് ചെയ്യുന്നവരും ബൈ ഗൈസ്.